ഐഷ പോറ്റിയെ നമ്മൾ ഓർക്കുമ്പോൾ ഈ ബാലകൃഷ്ണൻ പിള്ളയെ പോലെയുള്ള ഒരു അതികായനെ മറിച്ചിട്ട ഒരു MLA ആയ ഒരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ മൂന്നാം ഹാട്രിക്കിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവർ വിജയിച്ചത്. അത് അവർ ആ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ള സ്നേഹം ഇതൊക്കെയാണ് തെളിയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 3 ടേം കഴിഞ്ഞതിന് ശേഷം അവരെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാല ഉദ്ഘാടനത്തിന് അവരെ ക്ഷണിച്ചില്ല എന്നുള്ളൊരു പരാതി അവർ ഉന്നയിച്ചു. ക്ഷണിക്കാത്തിടത്ത് ഞാൻ എന്തുകൊണ്ട് പോകണം എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് അവർ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹം ശക്തമാണ്. എങ്ങനെ കാണാൻ കഴിയും ഇതിനെ? ഇത് CPM നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. CPM മാത്രമല്ല കേട്ടോ, കേരളത്തിലെ മുഖ്യധാര പാർട്ടികൾക്കൊക്കെ ഇത്തരം പ്രതിസന്ധികളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി അങ്ങോട്ട് നേരിടാൻ പോകുന്ന വിപത്തുകൾ വളരെ പ്രധാനപ്പെട്ട 2 എണ്ണമാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഒന്ന്, സ്വന്തം വീട്ടിലെ മക്കൾക്ക് പോലും നമ്മുടെ രാഷ്ട്രീയം ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ട് പുതിയ ജനറേഷൻ വലിയ തോതിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അകന്നു പോകുന്നു. അവരെ പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത്? മുതിർന്ന നമ്മൾ അവരെ അരാഷ്ട്രീയവാദികളായി ആക്ഷേപിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്കാരത്തോട്, പെരുമാറ്റച്ചട്ടത്തോട്, അവരുടെ രീതിശാസ്ത്രത്തോട് യോജിപ്പില്ല എന്ന് നമ്മുടെ മക്കൾ പറയുമ്പോൾ അവരെ അരാഷ്ട്രീയവാദികളാക്കേണ്ടതല്ല യഥാർത്ഥത്തിൽ. കാരണം രാഷ്ട്രീയം എന്താണ് എന്ന ചോദ്യമുണ്ട്. പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ നാം ജീവിക്കുന്ന ലോകത്തോടും നമ്മുടെ കാലത്തോടും പ്രതിബദ്ധതയുണ്ടോ എന്ന ക്വസ്റ്റ്യനാണ് രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ പുതിയ ജനറേഷന് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. അവർ രാഷ്ട്രീയ പാർട്ടികളിൽ ചേരാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ സ്വപ്നത്തോട് നീതി പുലർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ നയപരിപാടികളും രാഷ്ട്രീയമായ വിശുദ്ധിയും പൊതുജീവിതത്തിലെ സേവന തൽപരതയും ആശയത്തോടുള്ള പ്രതിബദ്ധതയും ഒന്നും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കാത്തതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയമായ ഉള്ളടക്കം നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് പുതിയ തലമുറ ആവേശപൂർവ്വം കടന്നു വരുന്നില്ല എന്നത് അവരുടെ കുറ്റമല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പരാജയം അവിടെയാണ്. പുതിയ കുട്ടികളെ ആകർഷിക്കുന്ന ഒരു മുദ്രാവാക്യം പോലും മുഴക്കാൻ പറ്റുന്നില്ല. പുതിയ തലമുറക്ക് വിശ്വാസ്യതയുള്ള ഒരു റോൾ മോഡലിനെ മുമ്പിൽ നിർത്താൻ പറ്റുന്നില്ല. മുദ്രാവാക്യങ്ങൾ അർത്ഥമില്ലാത്ത വാക്യങ്ങളായി തീരുകയാണ്. ശബ്ദകോലാഹലങ്ങളും പൊതുമുതൽ നശിപ്പിക്കലും സമരാഭാസങ്ങളുമായി തീരുകയാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ഗൗരവമായി ലോകത്തെ കാണുകയും ജീവിതത്തെ കാണുകയും ചെയ്യുന്ന കുട്ടികൾ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്ന ഒന്നാമത്തെ വിപത്ത് അതാണ്. 2, ഇന്നലെ വരെ രാഷ്ട്രീയ പാർട്ടികളിൽ സജീവമായി നിന്നിരുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാർ, അതും വളരെ ഉയർന്ന നിലയിലുള്ള അവർ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്ന ആളുകൾ നിശബ്ദരായി പോകുന്നു. അവർ വേറൊരു പാർട്ടിയിൽ പോകുന്നു. ഇപ്പോൾ ഐഷ പോറ്റിയെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവർ കോൺഗ്രസിൽ ചേരുമോ എന്ന വാർത്ത വരുമ്പോഴാണ്. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി ഇപ്പോൾ കൃത്യമായിട്ടിപ്പോൾ ബിനു പറഞ്ഞതുപോലെ കൊട്ടാരക്കര പോലൊരു സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ ഒരിക്കലും തോൽക്കാത്ത സീറ്റാക്കി മാറ്റിയതിൽ ഐഷ പോറ്റിയെ പോലെ ഒരാളുടെ ജനസമ്മതി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അവരിപ്പോൾ CPM-ന് സമ്മതമില്ലെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിക്ക് ഞാൻ പോകും, പാലം ഉദ്ഘാടനത്തിന് CPM ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുമ്പോഴും അവർ പോകും എന്ന് പറയുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് എങ്ങനെയാണ്? അത് ആരാണ്? അത് പഠിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഐഷ പോറ്റിയുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു CPM വിരുദ്ധതയുണ്ടല്ലോ, അത് ഇവർ പഠിക്കുന്നില്ല. അത് ഐഷ പോറ്റി ഒരു ഒറ്റപ്പെട്ട കേസല്ല. ഇപ്പൊ പാലക്കാട് ജില്ലയിൽ PK ശശി 2-3 തരത്തിലാണ് ഇവർ പ്രതികരിക്കുന്നത്. PK ശശി വലിയ തോതിലാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വേണ്ടി അനുയായികൾ പ്രവർത്തിക്കുന്നത്. ഐഷ പോറ്റി പക്ഷേ അത്തരത്തിൽ മൊബിലൈസേഷൻ ശ്രമിക്കുന്നുണ്ടാവില്ല. CPM-ന് അകത്ത് തന്നെ CPM ലീഡർഷിപ്പിനെതിരായി വലിയൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാൻ ഐഷ പോറ്റി ശ്രമിക്കുന്നുണ്ടാവില്ല. അവർ ഒറ്റയാളായി നിലപാടെടുക്കുന്നു, അത് പരസ്യമായി പറയുന്നു. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ഇത് രണ്ടും ചെയ്യാത്ത കൂട്ടര്. അതിന് ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ കോട്ടയത്ത് സുരേഷ് കുറുപ്പ് എന്നൊരു നേതാവുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്തെ SFI നേതാവ് അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പറഞ്ഞ പോലെ ജയിച്ചത് മുഴുവനും UDF-ന്റെ കോട്ടയിൽ നിന്നാണ്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജനസമ്മതി ഉള്ള ഒരാളും കോട്ടയം ജില്ലയിലെ CPM-ൽ ഇല്ല. പക്ഷേ ഈ സുരേഷ് കുറുപ്പിനെ ആർക്കും വേണ്ട. എന്നാൽ സുരേഷ് കുറുപ്പ് ഒരു വാക്കുകൊണ്ടുപോലും പാർട്ടിയെ എതിര് പറയുന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടിക്കകത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ നിലവിലുള്ള നേതൃത്വത്തെ വിമർശിക്കാനോ പോകുന്നില്ല. അതൊരു മൂന്നാമത്തെ ഗ്രൂപ്പാണ്. ഒന്നാം ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം നമ്മൾ PK ശശിക്ക് കൊടുത്താൽ, രണ്ടാമത്തേത് അതായത് വ്യക്തിയും
വ്യക്തി ഒരു ഗ്രൂപ്പായി മാറാൻ ശ്രമിക്കുന്നു പി കെ ശശി. 2 വ്യക്തിപരമായ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുന്നു ഐഷ പോറ്റി. 3 രണ്ടും ചെയ്യാതെ കൃത്യമായി വേറിട്ട് നിൽക്കുന്നു. വേറൊരാൾ കൂടിയുണ്ട്, പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാർ. അദ്ദേഹം പക്ഷേ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു, പറഞ്ഞ ആളാണ്. അത് വേണമെങ്കിൽ ഐഷ പോറ്റിയുടെ ഗ്രൂപ്പിൽ പെടുത്താവുന്നതാണ്. ഞാൻ പറയുന്ന മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് ഇദ്ദേഹം, സുരേഷ് കുറുപ്പ്. അദ്ദേഹം വേറിട്ട് ആ കൂട്ടത്തിൽ മറ്റു പാർട്ടിയിലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു ഒരാളുടെ പേര് പറയാം. ഞാൻ പോയി ഇന്റർവ്യൂ ചെയ്തിരുന്ന ഒരാളുണ്ട്, CPIയുടെ നേതാവ്, പാലക്കാട് ജില്ലയിൽ തന്നെ. അദ്ദേഹത്തിന്റെ ജോസ് ബേബി, അദ്ദേഹം പഴയ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ജോസ് ബേബി CPIയുടെ സംസ്ഥാന കൗൺസിൽ മെമ്പറാണ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അദ്ദേഹം പാർട്ടിയുടെ കമ്മിറ്റികൾക്ക് പോവാറില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പാലക്കാട് ജില്ലാ കേന്ദ്രീയ വലിയ വിഭാഗീയതയുണ്ട്, അതിലൊന്നും അദ്ദേഹം ഒരു അക്ഷരം പറയാറില്ല. അപ്പൊ അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് അങ്ങ് പാർട്ടി കമ്മിറ്റികൾക്ക് പോകാത്തത്? അദ്ദേഹം പറഞ്ഞത്, എന്നെപ്പോലുള്ള ഒരു മനുഷ്യന്റെ നിലപാടുകൾ കേൾക്കാൻ പോലും ഉള്ള ഒരു മനസ്സ് ഇപ്പൊ എന്റെ പാർട്ടിക്കില്ല എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് പോലും അദ്ദേഹത്തിന് വിയോജിപ്പുള്ള വലിയ തലത്തിലേക്ക് പോയി എന്നാണ്. ഇതാണ് CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഞാൻ പറയുന്ന ഐഷ പോറ്റി ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഐഷ പോറ്റി ഒരു പുതിയ പ്രവണതയുടെ പേരാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് CPMനെ പോലെ ഏറ്റവും സംഘടിതമായ കാഡർഷിപ്പുള്ള, അറിയാലോ, അവരൊക്കെ ഒരു വാക്കുപോലും പാർട്ടിയോട് ചോദിക്കാതെ പറയാത്ത പാർട്ടിയാണ് CPM. ആ പാർട്ടിക്കകത്ത് ഇങ്ങനെ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇത് പണ്ട് അപാരമായ ധൈര്യമുള്ള ആത്മവിശ്വാസമുള്ള ആളുകൾ മാത്രമേ ഇങ്ങനെ നിലപാട് പറഞ്ഞിരുന്നുള്ളൂ, VS-നെ പോലുള്ള ആളുകൾ. അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്നത് VS-ന്റെ ഒരു കാലശേഷം ആ ഒരു തലമുറ അന്യം നിന്ന് പോയി. തീർച്ചയായിട്ടും പാർട്ടിയുടെ ഈ കേന്ദ്രീകൃത ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത, ഈ സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള, ആശയവിശുദ്ധിയുള്ള നേതാക്കന്മാർ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ വരുമ്പോൾ കേന്ദ്രീകൃത ജനാധിപത്യം നല്ലതാണ്. എന്നാൽ സ്വാർത്ഥപരമായ താല്പര്യങ്ങളുള്ള ആളുകൾ പാർട്ടി സംഘടനാ സംവിധാനത്തിലൂടെ വന്നിട്ട് പാർട്ടിയുടെ തലപ്പത്ത് വന്നാൽ അത് അങ്ങേയറ്റം പാർട്ടിക്ക് വിനാശകരമായി തീരുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിനാണ്, ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയുടെ ചരിത്രത്തിൽ പറയാറുള്ളത്, VI ലെനിൻ എന്ന മഹാനായ ലെനിൻ ഇരുന്ന കാലത്ത് കേന്ദ്രീകൃത ജനാധിപത്യം പാർട്ടിയുടെ മുഖം വലിയ തോതിൽ പ്രക്ഷോഭിതമാക്കി. അതേ പദവിയിൽ സ്റ്റാലിൻ ഇരുന്നപ്പോൾ അതിന്റെ ചിത്രം മാറി. അതുപോലെ തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ കണ്ണൂരിൽ നിന്നുള്ള 2 നേതാക്കൾ എടുത്തോളൂ. ഇപ്പോ AKG ഇരുന്ന പദവിയിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ പോലെ, ഇപ്പോൾ പിണറായി വിജയനെ പോലെ ഒരാൾ വരുമ്പോൾ ഒരേ പാർട്ടിയാണ്, ഒരേ ഭരണഘടനയാണ്, ഒരേ സംഘടനാ സംവിധാനമാണ്, ഒരേ കേന്ദ്രീകൃത ജനാധിപത്യമാണ്. പക്ഷെ കയറിയിരുന്ന ആളിന്റെ സ്വഭാവം മാറുമ്പോൾ അതനുസരിച്ച് പാർട്ടി സംസ്കാരത്തെ അത് ബാധിക്കും. അത് മാത്രമല്ല, പാർട്ടിയുടെ ആ ഒരു കേഡർ സ്വഭാവം, അതോടൊപ്പം തന്നെ ഈ ഒരു നേതാവിനെ ഉയർത്തി കാട്ടാത്ത ഒരു നിലപാടുകൾ, അതെല്ലാം മാറിയില്ലേ ഇപ്പോൾ? എല്ലാം. അതുകൊണ്ടാണ് അത് VS പണ്ടൊരു മറുപടി പറഞ്ഞത്. ഇപ്പൊ എന്തുകൊണ്ട് ഐഷ പോറ്റി എന്ന് എന്നോടും വിനുവിനോടും ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം, ഐഷ പോറ്റി ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിന് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്തുകൊണ്ട് PK ശശി ശരിയാണോ? ശരിയല്ല. എന്തുകൊണ്ട് സുരേഷ് കുറുപ്പ് മൗനം പാലിക്കുന്നു വെച്ചാൽ ശരിയല്ല. പക്ഷേ പാർട്ടിയുടെ രീതി വിട്ടു പെരുമാറുമ്പോൾ, പാർട്ടി ജനാധിപത്യപരമാകുന്നതിന് പകരം ഇപ്പോൾ ഒരു നാട്ടിൽ എന്ത് നടക്കണമെന്ന് പാർട്ടി മുഖ്യമന്ത്രിക്ക് ഉപദേശകര് വേണ്ട. പാർട്ടി മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാക്കൾ എന്ന് പറഞ്ഞാൽ പാർട്ടി കമ്മിറ്റിയാണ്. അവരെ വിശ്വാസത്തിലെടുക്കാതെ 10-12 അഡ്വൈസർമാരെ വെച്ച് അവർക്ക് കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയോ മുന്നണിയോ അല്ല. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പറ്റിയ ഒരു കൂട്ടം ഒരു ഉപജാപക വൃന്ദമാണ്. അങ്ങനെ ആവുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ രീതി വിട്ടു പോകുമ്പോൾ പാർട്ടി അണികളും നേതാക്കളും അവരുടെ രീതിയും വിട്ടുപോകും. അച്ചടക്കം എന്ന് പറയുന്നത് പാർട്ടിക്ക് ബാധകമല്ലെങ്കിൽ പാർട്ടി അണി, ഇത് VS പറഞ്ഞ വാക്കാണ്. പാർട്ടിയുടെ രീതി വിട്ടുപോയാൽ ഞാൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഈ പാർട്ടി രീതി വിട്ടു പെരുമാറും. അതാണ് ഐഷ പോറ്റി ഒരു പാഠമാണ്, ഒരു വ്യക്തിയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.